അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതാ ഒരു ലോറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണതിനനുസരിച്ച് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും മണ്ണിടും. പേളിക്കുട്ടി എൻ്റെ കൂടെ വരുന്നോ അത് ഷായിട്ട് വരുമ്പോൾ വന്നാൽ മതിയോ? അതിനിടയിൽ ഷായിട്ട് ഇങ്ങനെ കാട്ടിതാരിക്കാന്നറിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ വയോട്ടാ. നമ്മുടെ വീട്ടുമുറ്റത്തൊരു ലോറിയൊക്കെ ആയിട്ട് അതെന്താന്നറിയോ, റോഡ് പണിയുടെ ഭാഗമായിട്ട് കല്ലിഞ്ചൻ കൊണ്ടുവന്ന വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് കല്ലിഞ്ചൻ കൊണ്ടുവന്ന് നോക്കണേ. അപ്പൊ അവര് കല്ലിഞ്ചൻ അങ്ങോട്ട് വിട്ടതിന് ശേഷം ആ വണ്ടി ഇവിടെ കയറ്റിയിട്ടിരിക്കട്ടെ നമ്മുടെ വീട്ടില്. അപ്പൊ അത് അവിടെ തൊട്ടാണ് പണി തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് പോവാം. ഒപ്പം കല്ലിഞ്ചൻ അവിടെ ഓടുന്നുണ്ട്, അത് കാണുകയും ചെയ്യാം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ പടവലത്തിൽ ഇപ്പൊ നന്നായി ശ്രദ്ധിക്കണേ. അപ്പൊ നിറച്ച് പുഴുവരെ എന്ത് ചെയ്തിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി നമ്മുടെ കവചൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം. കാരണം ഇത്തിരി വെയിൽ കാണാനുണ്ടെന്നേ. നമ്മുടെ പറമ്പിലേക്ക് പൂവിലെ ആ ഒരു വഴിഭാഗത്ത്, അതായത് പണിസ്ഥലത്തിന്റെ ബാക്ക് വശത്തേക്ക് അവിടെ ആയിട്ടാണ് കേട്ടോ ഇപ്പോ കല്ലിഞ്ചൻ ഓടുന്നത്. പേർലിക്കുട്ടി, നീ എന്ത് ചിന്തിക്കണേ? പറമ്പിലേക്ക് ഇറങ്ങിയാൽ അവിടെ എത്തിയെന്നാണോ? വാ നമുക്ക് പോവാം പറമ്പിലേക്ക് കേട്ടാ. നമ്മളെ പറമ്പിലേക്ക് വരുമ്പോഴേക്ക് നോക്കിയേ, നമ്മുടെ ഇവിടേക്കുള്ള ആ വഴിക്ക് നോക്കിയേ, കണ്ടോ കല്ലിഞ്ചന്റെ ഓടല് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ബാക്കിൽ കുറെ പണി നടന്നില്ലേ, അതിലത്തെ വേസ്റ്റും അങ്ങനെയൊക്കെ കുറെ എല്ലാവരുടെ വീടിന്റെയും എന്തൊക്കെ വേസ്റ്റുകളുണ്ട്, കല്ലും ടൈലും ഒക്കെ ഇട്ടിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇത്. വേറെ പ്രത്യേകിച്ച് മെറ്റലടിക്കേണ്ട വരില്ലാന്ന് തോന്നുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ കല്ലിൻ്റെ ഓടി കണ്ടിട്ട് ആ ടൈൽ അങ്ങ് വിരിക്കണ സമയത്ത് വേണ്ടി വരുന്ന കുറച്ച് മെറ്റലേ വേണ്ടി വരുള്ളൂ ഇവിടേക്ക്. അത്രയും വേസ്റ്റ് സാധനങ്ങൾ ഇട്ടിട്ട് ആക്കിയിട്ടുള്ളത് അത്. അമ്പ്രൂസുട്ട നമ്മുടെ അമ്പ്രൂസുട്ടിന് ചില സൗണ്ടുകളൊക്കെ പേടിയായിട്ടാ. അത് കാരണം ഇന്ന് അവൻ എൻ്റെ കൂടെ ചുറ്റുപറ്റി തന്നെ നടക്കണേ. അപ്പൊ നോക്കിയേ, നമ്മുടെ പടവലാണ് ഇപ്പൊ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ നിറച്ച് പുഴു വരിക. ഇപ്പൊ കണ്ടോ, ദേ ഇവിടുത്തെ ഇലയൊക്കെ പോയി, ദേ ഈ ഇലയൊക്കെയും പോയി. അപ്പൊ അതായത് ഇവിടെ പുഴുണ്ടെന്നാണ്. ഞാനിതോടെ വെച്ചിട്ട് നോക്കട്ടെ കേട്ടാ. നമ്മുടെ പപ്പത്തേയും നോക്കിയാന്ന് വെച്ചത്. അപ്പൊ 2-3 പപ്പത്തേയും കൂടി ഷായിട്ട് മേടിച്ചു കൊണ്ടു. അപ്പൊ അതും വയ്ക്കണമെന്ന്. ഓരല്ലയുടെ അടിയിൽ എന്നെ നോക്കണം കേട്ടാ. നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ മുന്നൊരു ദിവസം കാട്ടി തന്നിട്ടില്ല ഒരു വീഡിയോയിൽ നമ്മുടെ പടവലത്തിന്റെ പുഴുവിനെ ഉണ്ടാ. നമ്മുടെ തെങ്ങിന്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടാ പടവലം. നോക്കിയേ, അത് മതി ഒരു പടവലങ്ങുണ്ട്. അയ്യോ ചെറിയ പടവലങ്ങ കേട്ടാ. ഇപ്പൊ എന്താണാവോ, നമുക്ക് നടുമ്പളേ നല്ല പണ്ടത്തെ പോലത്തെ നല്ല നീളമുള്ള പടവലയും കിട്ടണില്ലേ ഞങ്ങക്ക്. അന്ന് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമായിട്ടാണ് നമുക്ക് പടവലയില്ലേ 3 തരം പടവല ഉണ്ടായിരുന്നു. നല്ല നീളമുള്ള പടവല, പിന്നെ ഒരു പടവലത്ത് ഇങ്ങനെ കുറച്ച് വരകളുള്ള പടവല, പിന്നെ സാധാരണ നമ്മുടെ ചെറിയ പടവല. അങ്ങനെ ഇപ്പൊ തൊട്ട് നമുക്ക് തൈ മേടിക്കുമ്പോൾ അങ്ങനത്തെ പടവലയെ കിട്ടണില്ല. ഇപ്പൊ നോക്കിയേ, ഈ ഒരു തണ്ടുമത്ത് നോക്കിയേ, കണ്ടാ ഒരൊറ്റലില്ല, കണ്ടാ ഒരൊറ്റലി തണ്ടുമില്ല. അന്ന് പുഴുവിനെ കാണാനും ഇല്ല. ഒരു പുഴു നമ്മൾ ഇന്നലെ ഞാൻ വൈകിട്ട് വന്നിട്ട് കുറച്ച് വെണ്ണീറൊക്കെ തൂളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആവട്ടെ ഇന്ന് വേറെ പുഴുവിനെ കാണാനില്ല. വെണ്ണീറിടുമ്പോഴേ അഥവാ വെണ്ണീറിടാണെങ്കിൽ ഞാൻ പറയാം, നന്നായിട്ട് നേർപ്പിച്ചിട്ട് പതുക്കെ തളിച്ചു കൊടുത്താൽ മതിട്ടാ. അപ്പോൾ അത് കാരണം തോന്നുന്നു ഇപ്പോൾ ഒരൊറ്റ പുഴുവിനെ കാണാനില്ല, കുറേ ഇല പോയി. നല്ല വെയിൽ ഉദിച്ചു, പെട്ടെന്നൊരു മഴക്കാറ് വന്നല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ കാണാനില്ല, പടവലത്തും ഒന്നും കാണാനില്ല. ഇനി നമ്മുടെ പപ്പത്തൈ നടാം. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോയിലേ കമൻറ്റ് വന്നു, നമ്മുടെ 2 പപ്പ മഴയത്ത് ഇങ്ങനെ ഒരു പിടിച്ചില്ലേ. അപ്പോൾ പറഞ്ഞു നന്നായിട്ട് കുമ്മായിട്ട് കൊടുക്കുക, കടക്കിൽ മാക്സിമം നന്നായി കുമ്മായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് പപ്പയുടെ തലൊന്ന് വെട്ടിക്കളയാൻ. അപ്പോൾ ചിലപ്പോൾ പൊടിച്ച് വരുന്നു. എന്തായാലും നമുക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ.
പിന്നെ നോക്കിയാൽ നമ്മുടെ ഈ പയർ അന്ന് മഴയത്ത് വെള്ളം തന്നപ്പോൾ ഞാൻ പോയി ഉറപ്പിച്ച പയറായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ട് നമുക്ക് പിന്നെ ഒരു ഓട്ടകൾ പോലെ കാണാണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നൊന്നും കൂടി പോകുമ്പോഴേ കവിഞ്ഞ് തളിച്ചു കൊടുത്തിട്ടേ പോവുള്ളൂ. കാരണം ഈ ഒരു വെയിലുണ്ടല്ലോ അപ്പം അത് കാരണം. അപ്പം എന്തായാലും പപ്പേനെ നമുക്കൊന്ന് വെട്ടി കളഞ്ഞു നോക്കാം. പപ്പായ എങ്ങനെയുണ്ട് നോക്കട്ടെ ഏട്ടാ. ഒരു കുഴപ്പമില്ല ഏട്ടാ, നല്ല പപ്പക്കായായിരുന്നു. അപ്പം എന്തോരം കായ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ഇരിക്കട്ടെ, വെട്ടട്ടെ. ഇവിടെ വെച്ച് വെട്ടാം നമുക്ക്, അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി കയറ്റി വെട്ടാം അല്ലേ? കയറ്റി വെട്ടാം, അതാവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, പൊള്ളയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ഇല കൊണ്ട് ഇങ്ങനെ മറയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം പോയിട്ട് വീണ്ടും ബുദ്ധിമുട്ടാവില്ലേ? ആ ചെറുതിൻ്റെ നമുക്ക് മുറിക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഒറ വെച്ച് കെട്ടാം. അപ്പം പിന്നെ വെള്ളം ഇറങ്ങില്ലല്ലോ. ഇതാകുമ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങില്ലല്ലോ. അപ്പുറത്തും ഇതേപോലെ തന്നെ നമുക്ക് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് കാവജ് തളിച്ചു കൊടുക്കാം. പപ്പായനെ അങ്ങോട്ട് എടുത്തേക്കട്ടെ. ായിട്ട് നോക്കിയാൽ നമ്മുടെ ഈ ഒരു പറമ്പിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ നിറച്ച് മുളക് പൊട്ടിക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഇവിടേക്ക് വീണ്ടും കൊത്തിയിളക്കിയിട്ട് നമ്മൾ മുളകിൻ്റെ തന്നെ വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ പുല്ലൊക്കെ നന്നായിട്ട് ചെത്തിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്കുള്ള പണിയായിട്ടാണ്. ഇതൊക്കെ ഇവിടുന്ന് വാരി നീക്കണം. അപ്പോൾ ഇതേപോലെ ചെത്തിക്കൂട്ടി വൃത്തിയതിന് ശേഷം നമ്മളിതിലൊക്കെ പറമ്പ് നിറയെ കുമ്മായൊക്കെ വെട്ടി കൊടുക്കും. എന്നിട്ട് വീണ്ടും കൊത്തിയിളക്കിടും. ഇപ്പോൾ ഇതേപോലെ ആദ്യം പുല്ല് ചെത്തി ഇടാണ് ആദ്യം ചെയ്യണതായിട്ട്. നോക്കിയ ഭാഗമൊക്കെ വൃത്തിയായി. ഇനി ഇതേ ഇങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ ഷായൻ്റെതായ തിരക്കൊന്നല്ല. ഷായറ്റിന് ഇഷ്ടപ്പെട്ട ജോലിയാകാണ്ട് ഷായിട്ട് എത്ര നേരം മണിക്കൂറോളം വേണമെങ്കിൽ വെക്കും. ഷായിട്ട് അങ്ങനെയുണ്ട്. നമ്മുടെ മഞ്ഞമുളകിന്റെ തയ്യാട്ട് അതൊക്കെ പോയി കഴിഞ്ഞു. ഇതേലും ഉണ്ടാവാൻ സാധ്യത കുറവാന്നേരം നിർത്തി നോക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടേതായ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ട്. മുളകൊക്കെ ഉണ്ട് അതേ ഉണ്ടാവും. നമുക്ക് കോഴിക്കാട്ടിട്ട് കൊടുക്കാം, അപ്പൊ ശരിയായുള്ളൂ. ഇപ്പൊ അങ്ങനെ സൂപ്പറായിട്ടില്ലേ ഇവിടെ? സൂപ്പറായിട്ടുണ്ട്. ഷൈൻ്റെ അധ്വാനം മുഴുവൻ ഞാൻ ഈ മണ്ണിൽ കാണുന്നുണ്ട്. ഇനി എൻ്റെ പണികളാട്ടാ. അപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ കാട്ടി തന്നല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പപ്പയ്ക്ക് ഒന്ന് എന്താ പറയുക കവറൊക്കെ കെട്ടിയതിന് ശേഷം നേരെ ഒന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ വന്നതാണ്. അപ്പോഴേക്കാണ് ഞാൻ ഈ കാട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഷായിട്ട് എന്താ പറയുക നല്ല നിരപ്പാക്കിയിട്ട് ഇങ്ങനെ ഇട്ട ഭാഗങ്ങളൊക്കെ ഞാൻ കാട്ടിയത് കേട്ടാ. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഷായിട്ട് ഇങ്ങനെ കളച്ചിട്ടിട്ടില്ലേ, അതൊക്കെ മണ്ണൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് അതിലത്തെ വേസ്റ്റുകൾ മാത്രം, അതായത് പുല്ല് അതൊക്കെ ആക്കിയിട്ട് നേരെ ഇവിടെ ഓരോ സ്ഥലത്ത് ഷായിട്ട് ഇതേപോലെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇടാണ്. നമുക്ക് പപ്പത്തയ്യോ അതല്ലെങ്കിൽ തന്നെ കൊള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് പോവാം നമുക്ക്. ഫെലിക്കുട്ടി
മണ്ണൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇടൂട്ടാ. ഇങ്ങനത്തെ മാത്രമാണ് കൊണ്ടിടുക. ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് കൊണ്ട് എടുക്കട്ടെ, എന്നാലാണ് അത് ഇങ്ങനെ എനിക്ക് അത് കിട്ടുള്ളൂ നമുക്ക്. ഷായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് എവിടെ വെച്ചത് കണ്ടാ? ഇന്നലെ എടുത്തിട്ടുണ്ട് ഞാൻ. എവിടെ? അവിടെ കണ്ടാ? ആ അതെ, ഷായിട്ടൻ ചെത്തി അപ്പം തന്നെയാണ് നമ്മൾ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ ഇപ്പം ഇത്തിരി സമയം കഴിഞ്ഞ കാരണം സുഖമായിട്ട് വേഗം നമുക്ക് എടുക്കാം. എന്നോട് കുറേ പേര് ഗ്ലൗസ് ഇടാൻ പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. ഞാനപ്പോൾ ഗ്ലൗസൊക്കെ മേടിച്ച് വെച്ചു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴേ പെട്ടെന്ന് എടുക്കാൻ മറക്കുക. അംബ്രൂസും വേളിക്കുട്ടി അവിടെ ഷായിൻ്റെ അടുത്തേക്ക് പോയിരുന്നേ കുറച്ച് നേരം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കൂ. ഇതാരാണ് പഠിക്കണല്ലേ ഷായിട്ടാ? പിന്നെ നമ്മുടെ റോഡ് പണിയുടെ ഭാഗമായിട്ടേ അവിടെ ടൈല് തട്ടുണ്ടിട്ടാ. അതാണ് ഈ സൗണ്ട് ചിലപ്പോൾ നമുക്ക് കേൾക്കണ്ടെങ്കിൽ. കണ്ടോ? വേലിക്കുട്ടിക്ക് പേടി തോന്നുന്നുണ്ടോ സൗണ്ട് കേൾക്കുമ്പോ? പേടിക്കണ്ടായിട്ടാ. നമ്മുടെ ഈ പപ്പത്തൈയുടെ അടുത്ത് തന്നെ ഒരു പപ്പത്തൈ കൂടി വെച്ച് കൊടുക്കാൻ പോവാട്ടെ നമ്മള്. കണ്ടോ? ഇതേപോലെയാണ് നമ്മൾ പപ്പത്തൈ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കണത്. ഇനി ഇതിന്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ മണ്ണിടും. എന്നിട്ട് അതിലും കഴിഞ്ഞ വീഡിയോയിൽ കാട്ടി തന്നില്ലേ, ഇത് പപ്പത്തൈ വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം കുമ്മായും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വെക്കുമ്പോഴും ചെറുതായിട്ട് ഒന്നൊക്കെ ഇട്ട് കൊടുക്കൂട്ടാ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പപ്പത്തൈ വെക്കണം അതേ രീതി തന്നെ. പേടിക്കുട്ടിയേ, പേടിക്കണ്ട. വണ്ടി പോണിട്ടുണ്ട് പേടി. ഷായിട്ടേ അവിടുത്തെ പുല്ലൊക്കെ എടുത്തുട്ടാ. അവിടെ നമ്മൾ കാണുന്ന വരുന്നിടത്ത് ഒരു ചെളി പോലെയുള്ള സ്ഥലല്ലേ, അവിടെ ആ മണ്ണ് തട്ടിയിടാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇതിന് മുകളിലിട്ടെ. ഇനി ഞാൻ ഷായിട്ടാ എൻ്റെ പച്ചക്കറികൾ പൊട്ടിച്ചാലോ?
നമ്മുടെ മുളകും പിന്നെ മറ്റേ പാഷൻ ഫ്രൂട്ടും. ഈ പപ്പയ്ക്ക് വാട്ടലില്ല ഷൈട്ടാ. കുഴപ്പമില്ല. അതിലൊരെണ്ണം പഴുത്തുണ്ട് ഇത്തിരി. നാളേക്ക് ഇത് പൊട്ടിച്ചോണ്ടോ അതിലുണ്ടാവും. രണ്ടിനും ഓരോന്നല്ലേ. പപ്പ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു പേടി. അല്ല നാളേക്ക് ആകുമ്പോഴേക്കും കിളികൾ കൊണ്ടുപോകും. ഇപ്പൊ അതില് 3 കൊണ്ടായി, ഇതിലൊരെണ്ണം കൊണ്ടായി, 4 കൊണ്ടായി. പക്ഷെ അവർക്ക് കൊടുക്കണ്ട കേട്ടോ, നമ്മള് കൊടുക്കാതിരിക്കല്ലേ. ഇപ്പൊ അതില് 2 പൊട്ടിയാലേ ഒരെണ്ണം പൊട്ടിച്ചാൽ മതിയല്ലേ ഷൈട്ടാ. കൊടുക്കാല്ലേ. അവരിങ്ങനെ ആഗ്രഹിച്ചിട്ട് വരുന്നുണ്ടാവേ. അപ്പൊ ഞാൻ കയ്യൊന്ന് നന്നായി കഴുകട്ടെ. ഇനി നമ്മുടെ തക്കാളി കണ്ട ഈ തടത്തിലെ ഫുള്ള് നമ്മള് തക്കാളി നട്ടതായിരുന്നു. എല്ലാം അതും പോയി, ഇതും പോയി. നമ്മൾ അവിടുത്തെ പറമ്പിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുമ്പോ ഇവിടെ ഉണ്ടായി തുടങ്ങിയിരുന്നു. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നട്ടിട്ട് അതുമ്പോൾ പൂവുണ്ടായി തുടങ്ങുമ്പോൾ അപ്പം തന്നെ അടുത്തൊരു സ്റ്റെപ്പ് നടും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇപ്പോൾ തക്കാളിക്കായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള പച്ചക്കറികളായാലും നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതായത് ആ ഒരു സ്റ്റെപ്പിനനുസരിച്ചെല്ലാം നട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് തക്കാളി പൊട്ടിക്കാനുള്ളത് ആയി വരുമ്പോഴേക്ക് ഇതാ പോയി. കയ്യേക്കട്ടെ. അയ്യോ ഇതിൽ വെള്ളമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും കഴുകാൻ. നമ്മുടെ പാഷൻ ഫ്രൂട്ട്, ആദ്യം പാഷൻ ഫ്രൂട്ട് നോക്കിയേ, എന്തോരം പാഷൻ ഫ്രൂട്ടാ വീണ് പോണത്. നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് കുറവാട്ടാ. കാരണം കൂടുതലും കിളികളൊക്കെയാണ് തിന്ന് പോണത്. ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പം ഇന്നിപ്പോൾ ഇത്രയും കാണില്ലേ കണ്ട. നാളെ വരുമ്പോഴേക്ക് ഇതിൻ്റെ പകുതിയേ ഉണ്ടാവും. അതേപോലെയാണ് പോണത്. അത്ര അധികം ഉണ്ടായ കാരണമാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്നും വന്നിട്ട് ഒരുവിധം കളർ ഇതേപോലെ ആവണതില്ലേ. നന്നായി പഴുക്കാൻ നിൽക്കണില്ലേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ പഴുക്കാൻ നിൽക്കണില്ല. ഈ ഒരു കളർ ആവണത് നോക്കി പൊട്ടിച്ച് പോവാ. അപ്പം അതാ ഒരുവിധം മഞ്ഞ കളർ നോക്കിയിട്ട് ഇത് എത്രയും പൊട്ടിച്ചെടുത്തുട്ടാ. ഇനി നമ്മുടെ ഉണ്ടമുളക് പൊട്ടിക്കാനുണ്ട്. നോക്കിയാ താഴത്ത് കിടക്കണണ്ടാ. നോക്ക്. വലിയ ടേസ്റ്റിൽ കഴിക്കാനൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം വെറുതെ കടിച്ച് കടിച്ച് ഇട്ട പോലെ തോന്നണേ. ശരിക്കും ഈ ഒരു കളർ വരും നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ പൊട്ടിച്ചതാണെങ്കിൽ ഈ ഒരു കളർ. പിന്നെ നമ്മുടെ മുളക് ചായട്ടനെ അവിടെ ഇതാക്കണ്ടോ ഇതേപോലെ ചെത്തി വൃത്തിയാക്കി. ഇനി അടുത്തത് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെയായിട്ട് ഇവിടേക്ക് ഒന്ന് ചെയ്യാനുണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. അങ്ങനെ മുളക് എന്ന് വരുമ്പോൾ മുളക് പൊട്ടിക്കണമെന്നേക്കും. എന്നിട്ട് ഈ ഭാഗത്തേക്ക് വരും. എന്നിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് വീട്ടിൽ പോകും. വീട്ടിലെത്തിയപ്പോൾ അയ്യോ മുളക് പൊട്ടിച്ചില്ലല്ലോ എന്ന് ഓർക്കുക. അങ്ങനെയാണ് ഇത് പഴുത്തത് കൂടുതൽ. ഷായിട്ടേ ഒരു ചെറിയ കുക്കമ്പർ പൊട്ടിച്ച് തരട്ടെ.
ചെറുത് നോക്കി പൊട്ടിക്കാം, തിന്നാൻ സുഖമുള്ള എളുപ്പത്തിനുള്ളത്. ഞാൻ നോക്കട്ടെ, എല്ലാം വലുതാലോ. ഈ ഒരു ചെറുത് പൊട്ടിക്കാം നമുക്ക്, ചെറുതായാലും. ഇത് വലുതാവും വിട്ടാ, പക്ഷെ ഷൈഡിന് ഇപ്പൊ കഴിക്കാൻ പാകത്തിന് നോക്കിട്ട് പറഞ്ഞ ഞാൻ പൊട്ടിച്ചതാ. ഇതിലിപ്പോ രണ്ടു മൂന്നെണ്ണം പൊട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് ഷൈഡിന് അത്ര നോക്കിയ നല്ല രസം കഴിച്ചിരിക്കുകയാണ്. അതിനിടയില് ഷൈഡ് ഇങ്ങനെ കാട്ടിയതായിരിക്കാന്നറിയോ, നമ്മുടെ വീഡിയോ പിടിക്കുന്നുണ്ട് മോൻ. അവനോടാണ് ചോദിച്ചത് വേണോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇങ്ങനെ ചോദിച്ചത്. ഞാൻ വേണേ തിരിച്ചു കാണിക്കാം ആളെ. അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ക്യാമറയിൽ നിൽക്കുന്നത്, രണ്ടുപേർക്കും ഇഷ്ടമല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ വരും, അല്ലെങ്കിൽ ഇല്ല. എൻ്റെ കഴിഞ്ഞു, ഞാൻ പോവാൻ നോക്കട്ടെ. നല്ലതാഹണ്ടേ, ഒരു കടി കടിക്കാതെ കൊടുത്ത് 2 കടിക്കും കടിക്കും. എന്നിട്ടാ ഉറുമ്പ് കഴിച്ചിട്ടായിട്ടെ ഞാൻ പോയാലോ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കുറച്ച് നേരം നമ്മളവിടെ ഇല്ലാന്ന് കണ്ടാലേ പ്ലാറ്റിനും അവിടെയൊക്കെ സങ്കടം കൂടുതലാണ്. പോരാത്തതിന് ഇപ്പോൾ റോഡ് പണിയൊക്കെ ആകുമ്പോൾ ഈ ടൈലടിക്കുന്ന സൗണ്ട് വണ്ടിക്ക് പോകണാണ്. ഇപ്പോൾ അവൻ ഞാൻ കാട്ടിയെന്നില്ലേ തിക്കും തിരക്കും കൂട്ടും. ഇപ്പം നമ്മളിവിടെ ടൈല് കൊണ്ട് തട്ടിയ സമയത്ത് അവിടെ നല്ല സങ്കടം പറയുന്നുണ്ടാവും. അതിന് പോട്ടെ. ഓ പേളിക്കുട്ടി നോട്ടെ ഇവിടെ ഷെഡ് എടുത്ത് റൗണ്ട് അടിച്ചിട്ട് വരും. അതന്നെ പ്രത്യേകിച്ചാ. 2 കുക്കമ്പർ പൊട്ടിക്കാണ്ടേ നമുക്ക്, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം. എന്തോരം കുക്കമ്പറ ഉണ്ടായി വരണ്ട ഒരു കടയിടെന്ന് പറയുന്നത്. ആ മഴയത്ത നിന്നില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയോണ്ടിരുന്നേനെ. കുട്ടിയെ ഞാൻ കത്തിരി എടുക്കട്ടെ. കത്ര ഞാൻ എവിടെ വെച്ചു? കത്ര എവിടെ വെച്ചോ ഷൈഡാ? കത്തിയാ ആയിരുന്നു. കഴിഞ്ഞ ദിവസം പച്ചക്കറി പൊട്ടിച്ചപ്പോ കത്തിരിയും കൊണ്ട് അങ്ങോട്ട് പോയതുണ്ട്. ആ കത്തിരി അല്ല ഞണ്ട് വരുമ്പോ കൊട്ടയിൽ കൊണ്ടുവന്ന് ഓർമ്മയാണാവോ? എന്തേലും സാരിലേക്ക് കിട്ടാല്ല, എന്തേലും കൈ കൊണ്ട് പൊട്ടിക്കും. ഒന്ന് തിരിച്ചു പൊട്ടിക്കാം. വേണ്ട എന്താ ചെറുതുകളൊക്കെ നോക്കിയുണ്ടാവണേ. കണ്ടാ നന്നായി ഞാൻ പറഞ്ഞു. അതന്നെ നമുക്ക് സങ്കടം. മഴ പെയ്തപ്പോഴേ ഇവർ പോയപ്പോ കണ്ട അത്രയും കുക്കമ്പർ ഉണ്ടാവണ്ട ഒരു നല്ല തൈയായിരുന്നത്. ഇത് ഇവിടേക്കും വാടി. ഇവിടുത്തെ 1-2 തൈയൊക്കെ പോകുന്ന ഉറപ്പായി. കണ്ട ഇതൊക്കെ പോകുന്ന ഉറപ്പായിട്ടുണ്ട്. ഏതൊക്കെയോ കടകൾ വാടി പോയിട്ടുണ്ട്. ഷൈട്ടാ ഞാൻ പോട്ടെ. ഷൈട്ടും കുറച്ചും കൂടി നേരേക്ക് ഇവിടെ നിൽക്കും. ഇപ്പം ഞാൻ പുല്ലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ, അതിന് മുകളിലേക്കാണ്ട് ഷൈട്ട് മണ്ണിടുന്നത്. ഇതേപോലെ മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ പുല്ലിട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ ഹൈറ്റ് കൂട്ടുന്നതെന്ന് അറിയേയില്ല. ഇനിയിപ്പോൾ ഈ പുല്ലിട്ട കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്ടു കൊടുക്കണത് എന്തായാലും അതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണതിനനുസരിച്ച് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും മണ്ണിടും. അയ്യോ നമ്മുടെ പപ്പയ്ക്ക് കുമ്മായിടണ്ടേ, അതുകൂടി ഇട്ടിട്ട് പോയി. അത് നാളിടാല്ലോ, അല്ലെങ്കിൽ അത് നാളിടാൻ. നമ്മുടെ പപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കുമ്മായി നന്നായി വെതിരി കൊടുക്കാനായിട്ട് ആ തല കെട്ടിയ പപ്പയ്ക്ക് എന്ന് കാട്ടിയല്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞേ. അത് ഞാൻ അടുത്ത ദിവസം നാളെ വന്നിട്ടിടാം. പേളിക്കുട്ടി എൻ്റെ കൂടെ വരുന്നോ അത് ഷായിട്ട് വരുമ്പോൾ വന്നാൽ മതിയോ? ആലോചനയല്ലോ അല്ല പേളിക്കുട്ടി. വെള്ളിയാഴ്ച എന്നിട്ട് ആലോചിക്കണേ.
മോട്ടർ ഇപ്പോ ആ ഏത് ചെടിയാ? ആ ശംഖുപുഷ്പ നന്നായിട്ടുണ്ടാവുന്നുണ്ട് ചേച്ചിയുടെ അവിടെ. നല്ല പക്ഷെ അകലത്ത് കാണുമ്പോണ്ടല്ലോ നല്ല ഭംഗിയത്. ഇങ്ങനെ പൊന്തിന്റെ കാവടി പോലെ ഇങ്ങനെ മുള്ളിക്ക് പോയി നിൽക്കല്ലേ, നല്ല രസമായിൻ്റെ അത്. ഈ ചട്ടിയിൽ വെച്ചിട്ടില്ലേ നന്നായിട്ടുണ്ടാവുണ്ടല്ലോ ചേച്ചിയെ. ആ ഞാൻ പോട്ടെ ചേച്ചിയാ. നമ്മളവിടെ പറമ്പിൽ നിൽക്കുമ്പോ തട്ടണ സൗണ്ട് കേട്ടില്ലേ? ദേ കണ്ടോ, കട്ട അവിടെയൊക്കെ വന്ന് തട്ടിയിട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ മുറ്റത്ത് നിന്ന് ലോറീനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ കല്ലിഞ്ചൻ്റെ അത്യാവശ്യം കുറച്ച് ഭാഗം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന് ചെയ്യും. പക്ഷെ ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കല്ലിഞ്ചനെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കാഴ്ച കാണുന്ന പോലെയാണോ, അതൊരു സർപ്രൈസ് ആണോ എന്താണെന്നറിയില്ല. കാരണം നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് നമുക്കിത് കാണാൻ പറ്റുകയാണ്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കല്ലിഞ്ചൻ പോകണല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ മുറ്റത്ത് നിന്നിട്ട് നമുക്ക് അവർ ആ ലോറിയിലേക്ക് കയറ്റാനുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴേ ഭയങ്കര പ്രത്യേകതയൊക്കെ ആയിട്ട് തോന്നുക. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ ചിലപ്പോൾ മുന്നേ കുറേ പേര് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ കല്ലിഞ്ചനായാലും അല്ലെങ്കിൽ പൊക്കളിലായാലും ഒക്കെ വരുമ്പോഴേ. അപ്പം ഞാനാണെങ്കിൽ അത് ഫുള്ളായിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്കൊരു വലിയൊരു സംഭവം കണ്ട പോലെയായിട്ട് തോന്നുന്നത്. കാരണം അതായത് കയറി പോകുമ്പോഴേ എനിക്കൊരു ടെൻഷനൊക്കെ ഉള്ള പോലെ തോന്നി. അതിങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതിൻ്റെ ടെൻഷനൊക്കെ എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടാ. അങ്ങനെ ഇതാ നമ്മുടെ റോഡ് റോളറേയും കൊണ്ട് ഇതാ ലോറി പോയിട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ആ വണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ആ പേടിയും ഭയം അവിടെ കാണാനുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് കരയായിരിക്കുക, സങ്കടം പറയാനായിട്ട്. ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോട്ടെ. അമ്മയുടെ പൊന്നി, എന്തിനാ സങ്കടം, എന്തിനാ സങ്കടം? വണ്ടി പോയി പേടിക്കണ്ട കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് സങ്കടം പറഞ്ഞ് കഴിയണില്ല. പേടിക്കണ്ട. ഇല്ല ഒന്നുമില്ല കേട്ടാ, ഒന്നുമില്ല പേടിക്കണ്ട. അമ്മ അപ്പുറം വരാം കേട്ടാ, അപ്പുറം വരാം. എന്ത് പൊന്നോ, എന്തേ പേടിക്കണ്ട. ഞാൻ ഇവിടെ ഇരിക്കാം. നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക് ഭയങ്കര പേടി. അവിടെ കല്ലിഞ്ചിനും വണ്ടിയൊക്കെ കൂടി കണ്ടപ്പോളേ ഫ്ലാറ്റിനാണ് ഭയങ്കര പേടി. അവനാണല്ലോ സ്വന്തം എന്തിനും പേടി കൂടുതലേ. ബാക്കിയുള്ളവർക്കൊക്കെ കുറേ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നല്ലായിരുന്നു കേട്ടോ. തുടക്കം വണ്ടി വന്ന് പോകെ പരാക്രമമായിരുന്നു. അതിൽ ഇങ്ങോർക്ക് മാത്രം ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. കണ്ടോ, നമ്മളിരുന്ന ആളെ ഹാപ്പി ആയിട്ടാ. ഞാൻ അവിടെ പോവാന്ന് പറയുമ്പോൾ ഇല്ല അമ്മ പോവാന്നുള്ള വാക്ക് തന്നെ അവനറിയാം. അപ്പോൾ ഇന്നത്തെ ഞാൻ ഇവിടെ പണി തുടങ്ങുമ്പോൾ ഞാനും ഷായിട്ടിന് മാറി ഇവിടെ അടുത്തിരിക്കേണ്ടി വരും. അത് ഉറപ്പാ. കല്യാണി കുട്ടി പിന്നെ സാധാരണ ആ സീറ്റ് അവളുടെ ആണല്ലോ, അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടാ. അവള് ഭയങ്കര ധൈര്യശാലിയാ. പേടി വേണം ഫ്ലാറ്റിന് കൂട്ടനെ. പിന്നുള്ളവർക്കൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായതാ. പിന്നെ വണ്ടി അങ്ങോട്ട് നീങ്ങിപ്പോയേ, അപ്പം ആ സൗണ്ട് കുറഞ്ഞല്ലോ. ഫ്ലാറ്റിന് മോനെ
പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ കുട്ടി പേടിക്കണ്ട കേട്ടാ. നമ്മുടെ ടൈസും കൂട്ടന്റെ മേല് എനിക്ക് തോന്നുന്നത് മാവിന്റെ പശയെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ മാവിന്റെ അടിയിലൊക്കെ പോയി കിടക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തോ വീണിട്ടേ അവിടുത്തെ മുടി, ഇവന്റെ മുടിയാണെങ്കിൽ നല്ല നീളം നല്ല പുറ്റുള്ള മുടിയാണ്. അതിങ്ങനെ കട്ട കുത്തി പിടിച്ചിരിക്കുന്നു കേട്ടാ. അപ്പൊ പാവം ഞാൻ വെട്ടുമ്പോ വെട്ടി തരുന്നുണ്ട്. അവനെ നന്നായി താഴ്ത്തി ഞാൻ വെട്ടുന്നുണ്ട്. കാരണം അത് പശ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യായാലും അതനുസരിച്ച് ഇരുന്ന് തരും ഇവര്. അതാണ് നമുക്ക് ഏറ്റവും ഇത് കേട്ടാ. അങ്ങനെ പാവങ്ങളെ ശരിക്കും ഇവരൊക്കെ. ഇനി നമുക്ക് ഹായ് പറയാനുണ്ട് കേട്ടാ. അർസിനിയുടെ മകൻ അമീൻ റാസിഖിന് ആണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമീൻ കുട്ട ഹായ്. ഗീത രവീന്ദ്രൻ ഹായ് ഗീതച്ചി. സുലേഖ ഹായ് സുലേഖ. രജനി ഹായ് രജനി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. വയോട്ടാ. നമ്മളിന്നേ എന്താ പറയുക, യൂണിക് ഫാമിലി 2.0യിലേക്ക് ഇഞ്ചമ്പുളിയാണ് വെക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിലോ നമ്മുടെ വിജയിച്ച് മുടക്കാണ്. അപ്പം ഞാൻ ഒന്ന് തീ കുറച്ചിട്ടിട്ടേ നമ്മളവിടെ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്, അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ. മേഡം നമ്മുടെ പട്ടാളം കിടക്കണ്ട, കുട്ടിപ്പട്ടാളൊക്കെ നല്ല ഉറങ്ങാൻ പോവാ. ഇല്ല അമ്മ എങ്ങോട്ടും പോകണില്ല. ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഞാൻ എവിടേക്ക് പോണ പോലെയാണേ. ഇത് അടുപ്പത്ത് കരിയുടെ പോയിണ്ടായിരുന്നേ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് കേട്ടാ. തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. തീ കുറച്ച് വെച്ച് പോയ കാരണം ഇതാ ഒരു കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ ഇഞ്ചിക്ക് ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചിയുടെ അളവ്. ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടി കട്ടയാവും. അടി കാണുമ്പോഴാണ് ഒരു രസമുണ്ട്. സദ്യ പുളിഞ്ചി, പുളിഞ്ചിയല്ല ഇഞ്ചമ്പുളി. ഇഞ്ചമ്പുളി എപ്പോഴും പുളിഞ്ചിന്റെ വെള്ളം ഇഞ്ചമ്പുളി. അത് കൈകൊണ്ടന്നെ തൊട്ട് നോക്കാം നമുക്ക്. അടിപൊളിയാ. നമുക്ക് വെറുതെ വേറെ ഒന്നും വേണ്ടത്. ശരിക്കും ഇത് പുളിഞ്ചി കൂട്ടി കഴിക്കാറില്ല നമ്മൾ പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെ പുളിഞ്ചി വെക്കില് കുറവല്ലേ. എന്തെങ്കിലും വിശേഷം വരണല്ലോ വെക്കണെങ്കിൽ. അല്ലെ പിന്നെ സദ്യകൾക്ക് പോകണം. ഇത് നോക്കിക്കേ, അടിപൊളിയല്ലേ. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഈ ഇഞ്ചമ്പുളിട്ടാ, പുളിഞ്ചില്ല ഇഞ്ചമ്പുളി വെച്ചോളോ. പിന്നെ നമ്മുടെ ഈ വെച്ചിട്ടുള്ളത്, ഈ ഇഞ്ചമ്പുളി വെച്ചിട്ടുള്ളത് എല്ലാതും യൂണിക് ഫാമിലി 2.0 കാണാം. അപ്പൊ എല്ലാവരും അവിടെ പോയി കണ്ടോളോ. അത് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ.